പാർട്ടി എന്നതുപോലെ താങ്കളെയും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അവരോടൊരു വിദ്വേഷം, വൈരാഗ്യം താങ്കളുടെ മനസ്സിലുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് ആരോടും വൈരാഗ്യമോ വിദ്വേഷമോ എല്ലാ കാലത്തും ഉണ്ടാകാറില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ തോന്നുമ്പോൾ അപ്പോൾ ആ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഞാൻ പ്രതികരിക്കും. അത് തെറ്റായ നിലപാടാണെങ്കിൽ അതിനെ ശക്തമായി പ്രതികരിക്കും. അതിന്റെ ഭാഗമായി ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ച ആളാണല്ലോ ഇയാൾ, എന്നാൽ ഇയാളെ ജീവിതകാലം മുഴുവൻ ശത്രുവായി കളിയാം എന്ന നിലപാട് വെച്ച് ഞാൻ നടക്കാറില്ല സാധാരണ. അത് ആ ഘട്ടത്തോടെ കഴിഞ്ഞു. എതിർ പാർട്ടിയിലുള്ള ആരെങ്കിലും ഒരു നല്ല ലീഡർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ആരായി പറയാം? മുഖ്യമന്ത്രി തന്നെയാണ്. ഓക്കെ, യാതൊരു സംശയമില്ല. കാരണം ഞാനത് എന്റെ ഫാദറിന്റെ അസുഖ സമയത്ത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം അതിനെ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. എന്നെ റിസീവ് ചെയ്ത് എങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു. എന്റെ ഫാദറിനോട് എങ്ങനെ പെരുമാറി ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും മര്യാദയുള്ള ഒരു സമീപനമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, രാഷ്ട്രീയമായ യോജിപ്പുകൾ ഇല്ലാത്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സമീപനം അപ്പോൾ ഞാൻ കണ്ടത് എനിക്ക് വളരെയധികം ഒരു എന്താ പറയാ മനുഷ്യത്വപരമായ ഒരു സമീപനമായിട്ട്